ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഉത്തർപ്രദേശിലെ ഝാൻസിയിലെ മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം. അതിൽ 10 നവജാത ശിശുക്കൾ മരിച്ചു, 16 പേര് ചികിത്സയിലാണ്. കുട്ടികളുടെ വാർഡിലാണ് തീപിടുത്തമുണ്ടായത്. നവംബർ 15, അതായത് നവംബർ 15 വെള്ളിയാഴ്ച രാത്രി 10:45 തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് അവിടെ നിന്നുള്ള പ്രാഥമിക നിഗമനം, പ്രാഥമിക റിപ്പോർട്ടെന്ന് പറയുന്നത്. 10 കുട്ടികളാണ് വെന്തു മരിച്ചത്, 16 പേര് ചികിത്സയിലാണ്. ആ ഒരു സംഭവം നടക്കുമ്പോൾ ഏകദേശം 50 കുട്ടികളോളം അതിനകത്ത് NICUവിലാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. NICUവിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 50 കുട്ടികളിൽ 10 കുട്ടികൾ മരിക്കുകയും 16 പേര് ചികിത്സയിലുമാണ്. ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി ആശുപത്രി അധികൃതർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും രാജ്യത്തെ നടക്കിയ ഒരു ദാരുണ സംഭവമാണ് ഉണ്ടായെന്ന് പറയാം. കാരണം കുഞ്ഞു കുട്ടികളുടെ ജീവൻ പൊലിയുക എന്ന് പറയുമ്പോൾ അത് ഒരു നിസ്സാര കാര്യമല്ല, പ്രത്യേകിച്ച് നവജാത ശിശുക്കൾ. ഏതായാലും രാജ്യത്തെ നടുക്കിയ ഒരു സംഭവമാണ് ഉണ്ടായത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖാചരണം അല്ലെങ്കിൽ ദുഃഖം രേഖപ്പെടുത്തി. അതോടൊപ്പം UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അടിയന്തര യോഗം വിളിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും 12 മണിക്കൂറിനകം തനിക്ക് ഇതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകുകയും ചെയ്യണമെന്ന് അദ്ദേഹം അധികൃതരോട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മരിച്ചവർക്ക് നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും പ്രഖ്യാപിച്ചു. അതോടൊപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും, അതോടൊപ്പം പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും, പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്നും അദ്ദേഹവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യത്തെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഝാൻസിയിലെ ഝാൻസി റാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ്, അങ്ങനെയാണ് ആ മെഡിക്കൽ കോളേജിൻ്റെ പേര്. അതായത് ചരിത്രത്തിലെ ഒരു പ്രശസ്തയായ വനിതയായ ഒരു റാണിയായ ഝാൻസി റാണിയുടെ പേരാണ് ഈ ഹോസ്പിറ്റലിന് ഇട്ടിരിക്കുന്നത്. ലക്നൌവിൽ നിന്നും ഏകദേശം 400 കിലോമീറ്ററിന് മേലെയാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. അതായത് ഝാൻസിയിൽ നിന്നും കറക്റ്റായിട്ട് 6.1 കിലോമീറ്ററാണ് ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ നിന്ന് 414 കിലോമീറ്ററും അതോടൊപ്പം ഝാൻസിയിൽ നിന്നും ഏകദേശം 6.1 കിലോമീറ്ററുമാണ് ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ടായിരുന്നു മരണകാരണം. നവംബർ 15 വെള്ളിയാഴ്ച രാത്രി 10:45 സംഭവം നടന്നത്. കുട്ടികളുടെ വാർഡായ അല്ലെങ്കിൽ NICUവിലാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം നടക്കുമ്പോൾ ഏകദേശം 50ഓളം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ആശുപത്രി അധികൃതരൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുള്ള മുന്നോട്ടുള്ള നാളുകളിലും. കാരണം കുട്ടികളുടെ ജീവൻ പോവുക എന്ന് പറയുന്നത് അത് വലിയൊരു നഷ്ടമാണ് നമുക്ക്. കാരണം ഇന്ത്യയുടെ ഭാവി തലമുറയാണ് ഇങ്ങനെ ഇല്ലാതാവുന്നതെന്ന് പറയാം, ആശുപത്രിക്കാരുടെ അശ്രദ്ധ മൂലം. ഏതായാലും ഇത് രാജ്യത്തിലെ മറ്റുള്ള ആശുപത്രികൾക്കൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.